വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു സമോസയാണ് ഇന്നത്തെ റെസിപ്പി. ഇത് എഗ് കാബേജ് സമോസയാണ്. മുട്ടയും കാബേജുമാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഒന്ന് ചെയ്തു നോക്കിയാലോ? കാബേജ് എന്ന് കേൾക്കുമ്പോൾ അയ്യോ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊന്നും കരുതണ്ട. ഇത് വളരെ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. ഈ സമോസ നമുക്ക് ബേക്കറികളിലൊന്നും കിട്ടുന്നതല്ല. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടൂ. അപ്പോൾ ട്രൈ ചെയ്യാൻ മടിക്കണ്ട. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മുടെ സമോസ ഷീറ്റിനുള്ള മാവ് റെഡിയാക്കി വയ്ക്കാം. ഇത് 2 കപ്പ് മൈദയാണ്. ഈ സ്റ്റീൽ ഗ്ലാസ്സിന് മെഷർ ചെയ്തെടുത്തതാണ്. അത്ര കൃത്യമളവൊന്നും ആണെന്ന് നിർബന്ധമില്ല. കുറച്ചൊക്കെ വ്യത്യാസം വന്നാലും നമ്മുടെ സമോസ വളരെ ടേസ്റ്റി ആയിരിക്കും. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേ നമ്മുടെ സമോസ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ലൊരു കരുകരുപ്പൊക്കെ ഉണ്ടാവും. ഏത് ഓയിലാണോ നമ്മൾ കുക്കിംഗ് ചെയ്യുന്നത് അതേ ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ഒഴിവാക്കുക. ഇനി മാവിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണ പിടിക്കത്തക്ക വിധത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം വേണം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ. ഞാൻ 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതേ ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് അതിൽ ആവശ്യം പോലെ എടുത്തിട്ട് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ച് കുഴച്ചെടുക്കുക. ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നതും കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതുപോലെ കുറേശ്ശെ വേണം നനച്ച് കൊടുക്കാൻ. അല്പം ഹാർഡായിട്ട് തന്നെ വേണം കുഴച്ചെടുക്കാൻ. ചപ്പാത്തിയുടെ പാകം വേണ്ട, ഒരു പൂരിയുടെ പാകത്തിന് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെ നമുക്ക് ഈ സമോസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി മൈദ തീരെ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് ആട്ടയിലും വേണമെങ്കിൽ ചെയ്യാം. ഒരു കുഴപ്പമില്ല. പിന്നെ സമോസ എന്ന് പറയുമ്പോൾ പൊതുവേ മൈദയിലാണ് ചെയ്യാറ്. ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് കുഴച്ച് വെച്ചാൽ മതി. ഇതൊരു 1/2 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കാം. വെക്കുമ്പോൾ ഒരല്പം എണ്ണ തടവി വെക്കുക. അപ്പോൾ ഒട്ടും ഡ്രൈ ആയി പോകാതെ ഇരുന്നോളൂ. എന്നിട്ടൊരു നനഞ്ഞ തുണി ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ച് മൂടി വയ്ക്കുകയോ ചെയ്യാം. ഇത് ക്യാബേജാണ്. നമ്മൾ സാധാരണ തോരനൊക്കെ അരിയുന്നത് പോലെ തന്നെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇത് ഏകദേശം 1.5 കപ്പോളം ഉണ്ടാവും. ഞാൻ നേരത്തെ കാണിച്ച ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്. ഇനി വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് പച്ചമുളക്, ഞാനൊരു 4-5 മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മല്ലിയില. ഇതിനൊന്നും കൃത്യം കണക്ക് നോക്കാനില്ല, ആവശ്യം പോലെ ചേർക്കാം. ഞാനിതിൽ സവാള ഒട്ടും ചേർക്കുന്നില്ല. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് 5 മുട്ട പുഴുങ്ങിയതാണ്. മുട്ട പുഴുങ്ങുമ്പോൾ ഉപ്പിട്ട് പുഴുങ്ങിയാൽ പൊട്ടിപ്പോയില്ലെന്ന് പറയും, പക്ഷേ അല്പം പൊട്ടിയിട്ടുണ്ട്. സാരമില്ല, നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ചെറിയ കഷ്ണങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലൊരു ഗ്രേറ്ററിലൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മഞ്ഞ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാം, പക്ഷേ വെള്ള വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ 5 മുട്ടയും നല്ലപോലെ പൊടിയാക്കി എടുക്കുക. ഫില്ലിംഗ് റെഡിയാക്കുന്നതിൽ ഒരു കുക്കിംഗ് പ്രോസസ്സും വരുന്നില്ല, വഴറ്റുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ പുഴുങ്ങിയ മുട്ടയും ക്യാബേജും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ മുട്ടയിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. മുട്ടയും ക്യാബേജും ഏതാണ്ട് ഒരേ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, മല്ലിയില ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതിൽ നിങ്ങൾ കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാതിരിക്കുക, എന്നാലേ ഈ ഒരു ടേസ്റ്റ് കിട്ടൂ. ക്യാരറ്റൊക്കെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് വരിക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് തിരുമ്മി മിക്സ് ചെയ്യുക. ആ ക്യാബേജും മുട്ടയും ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, ഉപ്പ് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് നല്ലൊരു ഒതുക്കം കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാനിതിലേക്ക് സവാള ചേർത്തിട്ടില്ല. കാരണം സവാള ചേർക്കുമ്പോൾ നമുക്കൊന്ന് വഴറ്റിയിട്ട് വേണം ചേർക്കാൻ. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച സ്വാദ് ഫ്രൈ ചെയ്താലും ഉണ്ടാവും. പക്ഷേ ക്യാബേജ് വഴറ്റേണ്ട ആവശ്യമില്ല. വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് തോരൻ്റെ ഒരു ടേസ്റ്റിലേക്ക് പോകും.
അപ്പോൾ ഇതുപോലെ പച്ചയ്ക്ക് തന്നെ ചെയ്യുക. അത് വറുത്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും. ഫില്ലിംഗ് റെഡിയാക്കി വെക്കുമ്പോഴേക്കും നമ്മുടെ മാവും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ ഉരുളകളാക്കി എടുത്തു വയ്ക്കുക. മാവ് ഒട്ടും ലൂസായി പോകരുത്. ഇപ്പോൾ ഇതാ 9 ബോൾസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 9 ബോൾസ് എന്ന് പറയുമ്പോൾ ഓരോ ബോളിൽ നിന്നും നമുക്ക് 2 സമോസ വീതം കിട്ടും. മൊത്തം 18 സമോസ നമുക്കിതിൽ നിന്ന് റെഡിയാക്കാം. ഓരോന്നും ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തുക. ആവശ്യത്തിന് മൈദ കൂട്ടി തന്നെ പരത്താം. പരത്തുമ്പോൾ നല്ല പെർഫെക്റ്റ് റൗണ്ടൊന്നും ആക്കണ്ട. ഒരല്പം ഓവൽ ഷേപ്പിൽ പരത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഘനം തീരെ കുറയാനോ ഒരുപാട് കൂടാനോ പാടില്ല. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കുക. ഏകദേശം ഒരു ഓവൽ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഘനം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വല്ലാതെ തിക്കുമല്ല തിന്നുമല്ല. ഇനി ഇതിനെ നമുക്ക് രണ്ടാക്കാം. ഒരു കത്തി കൊണ്ട് 2ആയിട്ട് കട്ട് ചെയ്യാം. ഇതിൽ ഓരോ സൈഡും നമുക്ക് ഓരോ സമോസയാക്കി മാറ്റാൻ പറ്റും. അതിനു മുമ്പ് ഒരല്പം മൈദ, അല്പം വെള്ളം നനച്ച് ഒന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ സമോസയുടെ എഡ്ജസ് ഒക്കെ ഒട്ടിക്കാനുള്ള പശയാണിത്. ഫില്ലിങ്ങും അടുത്ത് തന്നെ എടുത്ത് വെക്കാം. ഇനി ഈ പരത്തി വെച്ചിരിക്കുന്നതിൽ നിന്ന് ഓരോ ഷീറ്റ് എടുക്കാം. നമുക്കിങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ നീളത്തിലുള്ള ആ വശത്ത് ഒന്ന് മൈദ തേച്ച് കൊടുക്കാം. അവിടെ നമുക്ക് ഒട്ടിക്കാനുള്ളതാണ്. ഇനി ഇതുപോലെ ഒരു കോൺ പോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കേണ്ടത് ഒരിടത്തും ഗ്യാപ്പ് ഉണ്ടാവരുത്. കോർണേഴ്സ് എല്ലാം നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൽ എണ്ണ കയറും. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കിയതെല്ലാം വേസ്റ്റ് ആവും. ദാ ഒട്ടിച്ച ആ സൈഡ് നമ്മുടെ അടുത്തേക്ക് പിടിച്ചിട്ട് ഇതുപോലൊരു കപ്പ് ഷേപ്പിൽ പിടിക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഫില്ലിംഗ് നിറച്ചു കൊടുക്കാം. ഫില്ലിംഗ് നിറയ്ക്കുമ്പോഴും ഒരുപാട് നിറച്ചു കൊടുക്കരുത്. അത് ഒട്ടാൻ ബുദ്ധിമുട്ടാവും. തുറന്നു പോകാനൊക്കെ സാധ്യത കൂടുതലാവും. ഇത്രയും സ്പേസ് ബാക്കി വേണം. ഇനി ഇതിൻ്റെ എഡ്ജസിലും നമുക്ക് മൈദ പുരട്ടി കൊടുക്കാം. എന്നിട്ടിത് ഒട്ടിച്ചെടുക്കാം. എഡ്ജസ് ഇതാ ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ മടക്കി വെക്കാൻ വേണമെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി സേഫായിരിക്കും. എന്നിട്ട് കോർണേഴ്സ് എല്ലാം നല്ലപോലെ അടച്ച് ഉറപ്പിക്കാം. ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തുറന്നു പോവില്ല. മൈദ ആയതുകൊണ്ട് അത് കൂടുതൽ ഒട്ടിയിരുന്നോളും. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ചങ്ങ് ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാ സമോസയും റെഡിയാക്കി എടുക്കാം. ഇനി വേറൊരു രീതിയിലും കൂടെ നമുക്ക് ചെയ്യാം. നീളമുള്ള വശത്ത് വീണ്ടും മൈദ തേക്കുന്നുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ കോൺ ഷേപ്പിൽ മടക്കിയെടുക്കുക. ഒട്ടിച്ചു കൊടുക്കുക. കോർണേഴ്സ് എല്ലാം നല്ലപോലെ അടച്ചു കൊടുക്കുക. തിരിച്ചു വേണം വയ്ക്കാൻ. ഒട്ടിച്ച വശം നമ്മുടെ ഭാഗത്തേക്ക്. ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. വീണ്ടും ചുറ്റും നമുക്ക് മൈദ പുരട്ടി കൊടുക്കാം. ഇനി മടക്കുകളൊന്നുമില്ലാതെ നേരെ ഇതുപോലെ ഒട്ടിച്ചെടുത്താലും മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫില്ലിംഗ് അധികം വെക്കാൻ പറ്റില്ല. ചേർത്തങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. 3 കോർണേഴ്സും സൈഡും എല്ലാം നല്ലപോലെ ക്ലോസ് ആയെന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. കണ്ടോ, ഇതുപോലെ ചെയ്യാം. ഇനി വേണമെങ്കിൽ ഇതിനൊരു ഡിസൈനും കൊടുക്കാം. ഒരു ഫോർക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ ഒരു ഡിസൈനുമായി. ഫോർക്ക് വെച്ച് വരയ്ക്കുമ്പോൾ ഹോൾസ് വീഴാതെയും ശ്രദ്ധിക്കണം. ഇങ്ങനെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും സമോസ റെഡിയാക്കി എടുക്കാം. എല്ലാം റെഡിയാക്കി വെച്ച ശേഷം ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇപ്പം ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്.
എണ്ണയും ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈയിങ്ങിന് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. കാരണം ഒരു തവണ ചൂടായാൽ പിന്നെ അതിന് നല്ല ചൂട് കിട്ടും. പിന്നെ ഒരു മീഡിയം ഫ്ലെയിം അങ്ങ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നല്ല ചൂടായി കഴിയുമ്പോൾ ഓരോ സമോസയും നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. എണ്ണയിലിടുന്നതിന് മുമ്പും ഹോൾസ് ഒന്നുമില്ല എന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്തുക. ഇട്ട് കൊടുക്കാം. ഒരു 4 എണ്ണം നമുക്ക് ആദ്യത്തെ ട്രിപ്പിൽ ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് കുക്കാവും. ഇതിൻ്റെ കോട്ടിംഗ് നല്ലോണം മൊരിഞ്ഞ് വരും. നമ്മുടെ ഫില്ലിങ്ങിൽ മുട്ട ഓൾറെഡി കുക്ക്ഡാണ്. പിന്നെയുള്ളത് ക്യാബേജാണ്. അതൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതുപോലെ എണ്ണയിലിട്ട് ഒന്ന് എടുക്കേണ്ട താമസമേ ഉള്ളൂ. ഒരു സൈഡ് ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. മാവിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ഓയിലും ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. എന്നാലും ചൂടാറുന്നതിന് മുമ്പ് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. 2 സൈഡും ആയി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡും നല്ല പോലെ ആയി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ കോരിയെടുക്കാം. എണ്ണയിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് തീ നല്ല പോലെ കൂട്ടി വയ്ക്കുക. ഹൈ ഫ്ലെയിമിലിരിക്കുമ്പോൾ വേണം കോരിയെടുക്കാൻ. അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കുന്ന പ്രശ്നമില്ല. കണ്ടോ, നമ്മൾ കറക്റ്റായിട്ടെല്ലാം ഒട്ടിച്ചു കൊടുത്തിരുന്നതുകൊണ്ട് ഒന്നും തുറന്നൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമോസ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് വളരെ സൂപ്പറാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഒരു തവണയൊന്ന് ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.